ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മർസിയുടെ ഉമ്മ ഗൾഫിൽ പോയിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഞാനും മർസി ഇവിടെ തനിച്ചാണ് ഇപ്പോൾ താമസം. അതുപോലെ തന്നെ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മർസിക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വെച്ചാൽ മർസി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മർസി വർക്കിന് പോകുന്ന സമയത്തും അവൾ എന്താ പറയുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഈ വീടൊക്കെ നന്നായിട്ട് മെസ്സിയായി കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ഐലൈഫിൻ്റെ റോബോട്ടിക് വാക്വം ക്ലീനറാണ്. എന്തുകൊണ്ട് മർസിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇത്. ഇതാണ് നമ്മുടെ പുതിയ ഐലൈഫിൻ്റെ T20S റോബോട്ടിക് വാക്വം ക്ലീനർ കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെയല്ല, അതിനേക്കാൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് തരും. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നമ്മളെപ്പോലെ തന്നെ സമയമില്ലാത്തവർക്കും അതുപോലെ തന്നെ വീട്ടിൽ ഒറ്റയ്ക്കും താമസിക്കുന്നവർക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ബോക്സ് വരുന്നത് കേട്ടോ. ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേസ്റ്റ് ബാഗാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. പിന്നെ ഇതൊരു ഫിൽറ്റർ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മളെ റോബോട്ടിൽ ഘടിപ്പിക്കേണ്ട ഒരു ബ്രഷാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഒന്നേ ഘടിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ വരുന്നത് 2 മോപ്പിൻ്റെ തുണി വരുന്നുണ്ട്, അത് നമുക്ക് ഒന്ന് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം, റോബോട്ട്. പിന്നെ വരുന്നത് ഈ ഒരു ചാർജിങ് ഡോക്കാണ് കേട്ടോ. ഈ ചാർജിങ് ഡോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് എന്താ പറയുക പുറത്തേക്ക് തള്ളാനുള്ള ആ ഒരു സംഭവം കൂടി ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മേലിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ നേരത്തെ കാണിച്ചില്ല വേസ്റ്റ് ബാഗില്ല, ആ ബാഗാണിത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ റോബോട്ട് ഇതിലൂടെ വന്നിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് തട്ടുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് യൂസർ മാനുവൽ വരുന്നുണ്ട് കേട്ടോ. ഇതിലെല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നോക്കിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഐലൈഫിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈ റോബോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ബ്രഷിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തതിനാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ ഇവിടെയുള്ള ഓപ്ഷനിൽ ഇതിൽ 4 ഓപ്ഷൻസ് ആയിട്ടുള്ളത്. സ്മാർട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ മാപ്പ് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ സെലക്ട് റൂം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും റൂം മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ സൂൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ മാത്രമാണ് കേട്ടോ. പിന്നെ വേർ ടു സ്വീപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മാർക്ക് ചെയ്താൽ ആ ഒരു ഏരിയ മാത്രം ക്ലീൻ ചെയ്ത് തരും. അതുപോലെ തന്നെ മോപ്പിൻ്റെ കൺട്രോളിങ്, വാട്ടർ കൺട്രോൾ, പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ്റെ പവറും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഈ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ റോബോട്ടിക് വാക്വം ഏറ്റവും സ്പെഷ്യലായിട്ട് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ലെഡാർ നാവിഗേഷൻ ടെക്നോളജി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഐ പോലെയാണ്. നമ്മളെല്ലാ മുക്കും മൂലയിലും കോർണറിലും ഒരുപോലെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 70 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് നിങ്ങൾ 2 മാസം വരെ ഇതിന് ഡസ്റ്റും കാര്യങ്ങളൊന്നും സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ സ്റ്റേഷനിൽ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിട്ട് അതങ്ങനെ ഇട്ടോളും. അപ്പോൾ നമ്മൾ ഈ ഒരു സെൽഫ് എംപ്റ്റിങ് സ്റ്റേഷനിൽ ഇതിലാണ് നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് നമുക്ക് വേറെ അറ്റൻഷനും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ വന്ന് ഇതിലേക്ക് നമ്മൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടോളും. 70 ദിവസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇതുകൊണ്ട്. ഇനി ഈ ഡസ്റ്റ് ബാഗ് നമുക്കൊരു 90-100 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം. പിന്നെ നമ്മൾ റോബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്താ പറയുക എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാർജൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചാർജ് ചെയ്യാൻ വേണ്ടി പോയിക്കോളും. പിന്നെ എവിടെയാണ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ആയിട്ട് അതും ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഏതെങ്കിലും റൂം സ്പെഷ്യലായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫുൾ മാപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് റൂം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഡൈനിങ് ഹാളാണ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഹാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സ്പാട്ടങ്ങ് അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്ലീൻ ചെയ്യും.
പിന്നെ ഇതാണ് ചാർജിങ്ങിന്റെ സംഭവം കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്തതിന് അത് ചാർജിങ് ഡോക്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ ഇതിന്റെ അൾട്രാ സ്ട്രോങ് സക്ഷൻ, അത് എടുത്തു വരേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. 5000 PA അൾട്രാ സ്ട്രോങ് സക്ഷൻ ആണ് ഇതിൽ വരുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഏത് കാർപ്പറ്റ് ആണെങ്കിലും, അത് ചെറിയതാണെങ്കിലും അത് വലുതാണെങ്കിലും അത് മെസ്സി ആയിട്ടുള്ളതാണെങ്കിലും എന്താ പറയുക കയറാൻ പറ്റാത്തതാണെങ്കിൽ ഇത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അത്രയും വലിയ കച്ചറകളും കാര്യങ്ങളൊക്കെ ഡേർട്ടും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് നല്ല പുതിയ പോലെ ആക്കി തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പവർ വരുന്നത് 5200 mAh ആണ്. നല്ല ബാറ്ററി പവർ ആണ്, കുറേ സമയം വരെ ഇത് കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വോയിസ് കമാൻഡ് ചെയ്തിട്ടും കൺട്രോൾ ചെയ്യും. അതായത് ഗൂഗിള് അല്ലെങ്കിൽ അലക്സ പോലത്തെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റോബോട്ടിനെ ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ റോബോട്ടിൻ്റെ ഈ ബാക്കിലുള്ള ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാട്ടർ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് മോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മോപ്പ് ചെയ്യാൻ ആവശ്യമുള്ളത് ഈ ഒരു സാധനം കേട്ടോ. ഇതിന് നമുക്ക് ഇതിലൊന്ന് എന്താ പറയുക അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ മോപ്പിങ്ങും കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചറാണ് ഇൻ്റലിജൻറ്റ് സെൻസർ കേട്ടോ. നമുക്ക് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി വീണ് പോകുക, അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് വീണ് പോകുന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് അവിടെ പോയിട്ട് താഴെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല ഒബ്സ്റ്റാക്കിൾസും കാര്യങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടുന്നതിന് മുമ്പ് തന്നെ എന്താ പറയുക റിട്ടേൺ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ ഒരു സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക മുമ്പിൽ വേറെ എന്തെങ്കിലും വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുത്തിട്ട് എവിടെയാണ് പോകേണ്ടത്, എവിടത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ അത് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ എന്താ പറയുക കമ്പനിയാണ് നമ്മളെ വീട്ടിൽ വന്ന പുതിയൊരു അതിഥി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് അതിൽ ലിങ്ക് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും അതുപോലെ തന്നെ നല്ല ട്രീറ്റും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതിലേക്ക് ബൈ.